ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഡിബേറ്റ്, അതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് പറമ്പിൽ തൂർന്നതാണോ മാന്യത അതോ കക്കൂസിൽ തൂർന്നതാണോ മാന്യത. ഇതിൽ പ്രശസ്ത ബാത്റൂം തൂറലുകാരനായ ഡിക്കൻസ് ഓഫ് കണ്ടി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. അതുപോലെ തന്നെ പ്രശസ്ത പറമ്പിത്തൂറിനുകാരനായ ചളിയോ ഫ്രീ ഡങ്കുണ്ടി, അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: പറമ്പിൽ തൂർന്നതാണോ അതോ കക്കൂസിൽ തൂർന്നതാണോ മാന്യത? കക്കൂസിൽ തൂർന്ന മാന്യതയെ പറ്റി മിസ്റ്റർ ഡിക്കൻസിയോട് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം. അതായത് എന്റെ അഭിപ്രായത്തിൽ കക്കൂസിൽ തൂറുന്നതാണ് നല്ലത്. കാരണം വല്ലവന്റെ പറമ്പിൽ ചെന്ന് തൂറി കണ്ടി ഇടുകയും നമ്മൾ ആ പറമ്പിൽ പിന്നെ പോയി കഴിയുമ്പോൾ ആ കണ്ടിയിൽ ചവിട്ടി തെന്നി വീഴുന്ന അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഡിക്കൻസ്, ഒരു മിനിറ്റ്. മിസ്റ്റർ ഡിക്കൻസ് അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ ഉദാഹരണം നമുക്കുണ്ട്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ കക്കൂസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മനുഷ്യന് തീട്ടവും കൂതിയും ഉണ്ടായിരുന്നു. സ്വന്തമായി കക്കൂസിലുള്ളപ്പോൾ കക്കൂസിൽ ശരി തന്നെ. പക്ഷെ കൂതി, അന്നത്തെ തീട്ടവും ഇന്നത്തെ കൂതിയും തമ്മിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. മനുഷ്യന്റെ ഇന്നത്തെ തീട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്? ഇന്നത്തെ തീട്ടം എന്ന് പറഞ്ഞാൽ ബ്രോയിലർ ചിക്കൻ അതുപോലെയുള്ള മരുന്നടിച്ച് ചിക്കൻ കഴിച്ചുണ്ടാകുന്ന കണ്ടികളാണ്. അതിന് മണം കൂടുവതിന്. പക്ഷെ അത് എന്തായാലും മിസ്റ്റർ ഡിക്കൻസ് മനസ്സിലാക്കേണ്ടത് കണ്ടി എന്നും കണ്ടി തന്നെയാണ്. അതിന്റെ നിലവാണ് ഞാൻ പോയിന്റിലേക്ക് വരട്ടെ. കാരണം പറമ്പിൽ തൂറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രകൃതിയുടെ രമണീയത അനുഭവിച്ചറിഞ്ഞ് ഒരു മുക്കോ, അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കക്കൂസിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫീലിംഗ് ആണ്. ഇതുപോലെ ഒരു അവസ്ഥ ഇല്ല. കാരണം എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരിക്കൽ ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടി മൈസൂർക്ക് ടൂറിന് പോയ അവസരത്തിൽ ഒരു അംഗൻവാടിയുടെ വാതിക്ക് തൂറാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അന്ന് ഇരുന്ന പ്രതലത്തിൽ നിന്നും എന്റെ കൊണ്ടിയോളം തീട്ടം വന്നിട്ട് അത് നിന്നില്ല. പിന്നെ ഞാൻ പെരുവേറിലേക്ക് കുത്തി കണ്ടി വരുന്നതിനനുസരിച്ച് ഉയർന്നു പോവുകയാണ് ഉണ്ടായി. അതിന്റെ അർത്ഥം പ്രകൃതിയിൽ തൂറുന്നതിന്റെ ഗുണമൊന്ന് വേറെ തന്നെയാണ്. കണ്ടിയുടെ അളവ് കൂടുമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ തൂറി കൂട്ടി കഴിഞ്ഞാൽ കേരളം മുഴുവൻ കണ്ടി കൊണ്ട് നിറയില്ലേ? അത് മനുഷ്യന്റെ മൗലിക അവകാശമാണ്. പറമ്പിൽ തൂറുന്ന കണ്ടികൾക്കെതിരെ ആ പറമ്പിൽ തൂറരുത് എന്ന് പറയുന്നത്. താങ്കളുടെ മുറ്റത്ത് വന്ന് തൂറി കഴിഞ്ഞാൽ താങ്കൾ സഹിക്കുമോ? അത് ഞാൻ ആസ്വദിക്കും. കാരണം നല്ല കണ്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്ന് നിങ്ങളുടെ മുറ്റത്ത് ഞാൻ തൂറി കൂട്ടിയിടാം. തീർച്ചയായും. പക്ഷെ അതേസമയം നിങ്ങൾ മറക്കാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീടിനും ഒരു മുറ്റമുണ്ട്, ഞങ്ങളുടെ കൂതിയിലും തീട്ടമുണ്ട്. ആയിട്ട് നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ സ്ഥാനം കാണത്തില്ല. അങ്ങനെ ഇല്ല. ഇത് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് മിസ്റ്റർ ഡിക്കൻസ് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറമ്പിൽ തൂറുന്നത് മാന്യതയല്ല എന്നാണ് മിസ്റ്റർ ഡിക്കൻസ് പറയുന്നത്. ബട്ട് മിസ്റ്റർ ഫെർണാണ്ടോ ചളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രകൃതി രമണീയത അറിഞ്ഞുകൊണ്ട് തൂറുന്നതാണ് അതിന്റെ ഒരു രീതി എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇനി തെന്നി വീണു എന്ന് മിസ്റ്റർ ഡിക്കൻസ് ഇടയ്ക്ക് പറയുകയുണ്ടായി. നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് കടന്നില്ല. അതായത് ഞാൻ ഒരു ദിവസം രാവിലെ ചുമ്മാ രാവിലെ ഞാനിന്ന് നടക്കാൻ പോകുന്ന ഒരു പതിവുണ്ട് എനിക്ക്. ഏകദേശം ഒരു 5 മണിയൊക്കെ കാണും. ഞാൻ ഞങ്ങളുടെ എസ്റ്റേറ്റിൽ കൂടി ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാൻ ഒരു സാധനത്തെ തട്ടി മൂക്ക് കുത്തി വീഴുകയായിരുന്നു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പം ഏകദേശം കണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടികയുടെ വലിപ്പം കാണാം കണ്ടിക്ക്. അതിൽ തട്ടി ഞാൻ മൂക്ക് കുത്തി വീണ് എന്റെ മൂക്കിന് 2 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ടുണ്ടായി? പറമ്പിൽ തൂറുന്ന ഇതുപോലുള്ള എനിക്കിതിലൊരു കാര്യം മിസ്റ്റർ ഡിക്കൻസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഷ്ടികയോളം ബലത്തിൽ തൂറാൻ കഴിവുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായില്ലേ? പക്ഷെ ആ സാധനം അവർക്ക് ബാത്റൂമിൽ ഡിപ്പോസിറ്റ് ചെയ്യാമല്ലോ. ഇല്ല, ഞങ്ങളുടേതായ കണ്ടി, ഞങ്ങളുടെ സ്വന്തം എഫേർട്ടിൽ ഞങ്ങൾ മുക്കാതെ നല്ല നാച്ചുറലായി ഞങ്ങൾ തൂറുന്ന കണ്ടി അത് കണ്ട ഫ്ലഷ് ടാങ്കിന് കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതുപോലത്തെ കണ്ടികൾ ഇങ്ങനെ വഴിയിൽ അല്ലെങ്കിൽ പറമ്പിൽ ഇങ്ങനെ തൂറിയിട്ട് കഴിഞ്ഞാൽ അത് വീഴുന്ന ആൾക്കാർ അതിൽ തട്ടി വീഴും.